സാർ, ഇപ്പം ഭീകരവാദികൾ ഇന്ത്യയിൽ കശ്മീർ താഴ്വരയിൽ നിന്ന് ജമ്മുവിലേക്ക് മാറുന്നു. അവിടെ തന്നെ ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ഭീകര പ്രവർത്തനം ഇന്ത്യ തിരിച്ചറിയുന്നു. ആ സ്ഥലം ഏതാണ്, അല്ലെ അതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ? ഇതെന്താണെന്ന് വെച്ചാൽ, ഈ പീർ പഞ്ചലിൽ നിന്ന് ജമ്മുവിലേക്ക് ഈ വനപ്രദേശങ്ങൾ, പിന്നെ മലമ്പ്രദേശങ്ങൾ, അതൊക്കെ കേന്ദ്രമായിട്ട് പെട്ടെന്ന് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഇവിടെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഓടി തിരിച്ച് പലായനം ചെയ്യുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാശ്മീർ താഴ്വരയിലൊക്കെ അമർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ ഇന്ത്യ ഭീകരരെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പീർപഞ്ചൽ മേഖലയിൽ നിന്ന് ഇത് മാറി ചിനാബ് താഴ്വര, ജമ്മുവിലെ ആ ചിനാബ് താഴ്വരയിൽ തന്നെ കിഷ്ത്വർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഭീകര കേന്ദ്രമായി ഇപ്പം മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മളുടെ ഭടന്മാരും സേനയും ഒക്കെ ഫോക്കസ് ചെയ്യുന്നതും അവിടെയാണ്. ആ കിഷ്ത്വറിൽ തന്നെ ഈ മുഹമ്മദ് അമീൻ എന്ന് പറഞ്ഞൊരാൾ, കുറച്ച് ഈ മധ്യവയസ്സൊക്കെ കഴിഞ്ഞ ആളാണ്. അയാളുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പ്രായമായതായിട്ടൊക്കെ നമുക്കറിയാം. ദീർഘകാലമായിട്ട് ഇത്രയും സർവീസ് ഭീകരപ്രവർത്തനത്തിലുള്ള ഒരാളിപ്പോൾ ജമ്മു കാശ്മീരിലില്ല. 30 കൊല്ലമായിട്ട് അയാൾ ഭീകരപ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ അയാളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാളെ പിടിക്കാൻ നോക്കി തുടങ്ങി തന്നെ ദശകങ്ങളായി, കിട്ടിയിട്ടില്ല. വലിയ പ്രാദേശിക പിന്തുണയുള്ള ആളാണ്. ഹിസ്ബുൽ മുജാഹിദ്ദീൻ ഭീകര സംഘടനയിൽപ്പെട്ട ആളാണ് അയാൾ, ഈ മുഹമ്മദ് അമീൻ. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇപ്പോൾ കഴിഞ്ഞ നവംബർ വരെ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസം പല ഏറ്റുമുട്ടലുകൾ ഈ കിഷ്ത്വറിൽ നടന്നു. ചാത്രു എന്ന് പറയുന്ന വനം, ആ വന മേഖലയിലാണ് ഈ ഏറ്റുമുട്ടലുകൾ നമ്മുടെ സേനയും ഈ ഭീകരരും തമ്മിൽ നടന്നത്. സെപ്റ്റംബറിൽ അവിടെ 2 ജവാന്മാരെ കൊലപ്പെടുത്തി ഭീകരർ. അവിടെ തന്നെ പിന്നെയും ഏറ്റുമുട്ടൽ നടത്തിയിട്ട് ഭീകരർ രക്ഷപ്പെട്ടു. ഒരു ഏറ്റുമുട്ടലുകൾ കൂടി നടന്നു അവിടെ സെപ്റ്റംബറിൽ. അപ്പോഴും ഇവർ രക്ഷപ്പെട്ടു. വീണ്ടും അവർ ഇവിടെ ആക്രമിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പോയി. ഈ നവംബർ 2-ാം തീയതി ഗ്രാമ പ്രതിരോധ സമിതി അംഗങ്ങൾ 2 പേരെ കൊന്നു ഈ സേന. നവംബർ 11-ാം തീയതി നമ്മുടെ പ്രത്യേക സേന, സ്പെഷ്യൽ ഫോഴ്സസ്, അതിലെ ജൂനിയർ കമാൻഡിങ് ഓഫീസർ JCO, അദ്ദേഹത്തിനെ ഇവർ കൊന്നു. അപ്പോൾ നമ്മുടെ ഭാഗത്താണ് ഈ കാഷ്വാലിറ്റിയൊക്കെ വരുന്നത്, ആളുകൾ കൊല്ലപ്പെടുന്നത്, പരിക്കേൽക്കുന്നതൊക്കെ. ഇവർ മലയുടെ ഒന്നാമത് അവിടെ ഈ ഭൂപ്രദേശം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലേക്ക് നടന്നു പോകണം. അതും മലയുടെയൊക്കെ മുകളിലാണ്. വാഹന സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് ഒളിക്കാനും വെടിവെച്ചിട്ട് പോകാനും കാടും മലയും ഒക്കെ ഉള്ള പ്രദേശമാണ്. അതൊരു വെല്ലുവിളിയാണ് എന്നാണിപ്പോൾ ഈ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. കിഷ്ത്വർ പട്ടണത്തിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നൊരു ഫ്ലക്സാണ്. ആ ഫ്ലക്സിൽ 3 ഭീകര ഈ പ്രവർത്തകരുടെ ചിത്രങ്ങളുണ്ട്. അതിലൊന്ന് മുഹമ്മദ് അമീൻ്റെയാണ്. ആ 3 പേരിൽ ഒരാളുടെ ചിത്രം. ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം കൊടുക്കുകയാണെങ്കിൽ 30 ലക്ഷം രൂപ ഇനാം എന്ന് പറയുന്ന ഫ്ലക്സാണത്. ഇയാളുടെ ചിത്രമുണ്ട്, ഇയാളുടെ 2 കൂട്ടാളികളുടെയും ചിത്രമുണ്ട് അതിൽ. അപ്പോൾ ഇയാൾക്കെതിരെ NIA-യുടെ കേസുണ്ട്, ഈ മുഹമ്മദ് അമീനെതിരെ. ഇയാൾ അവിടെയൊക്കെ അറിയപ്പെടുന്നത് ജഹാംഗീർ സരൂരി എന്നാണ്. മുഹമ്മദ് അമീൻ രേഖകളിലും മുഴുവൻ സരൂരി എന്നാണ് കാണുന്നത്, കോടതി രേഖകളിലുമൊക്കെ ജഹാംഗീർ സരൂരി. അപ്പോൾ ഇയാൾ ഇതിൻ്റെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ്റെ കമാൻഡറാണ് ഇയാളുടെ സഹോദരൻ അബ്ദുൾ കരീം ഭട്ട്, അയാളും ഭീകരപ്രവർത്തകനാണ്. അപ്പോൾ 1992 മുതൽ ഇയാൾ ഭീകരപ്രവർത്തകൻ ആണ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ്റെ. 2018 ഒക്ടോബറിൽ പോലീസ് ഈ സരൂരിയുടെ പടം വെച്ചിട്ട് പോസ്റ്റർ അടിച്ചിട്ട് എല്ലായിടത്തും ഒട്ടിച്ചിരുന്നു. ഈ ജില്ല മുഴുവൻ ഒട്ടിച്ചിരുന്നു. ഇയാളെപ്പറ്റി എന്തെങ്കിലും വിവരം തരികയാണെങ്കിൽ അന്നും 30 ലക്ഷം രൂപ എന്ന് പറഞ്ഞിരുന്നു.
വാണ്ടഡ് ഡെഡ് ഓർ അലൈവ് എന്ന് പറഞ്ഞിരുന്നു പോസ്റ്ററിൽ. ജീവനോടെയോ അല്ലാതെ കൊല്ലപ്പെടുത്തിയോ എങ്ങനെയെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇയാൾ ഈ ക്രിസ്തുവരിൽ മാത്രമല്ല, ദോഡ, റസാൻ, ഭാദർവ ഈ മേഖലകളിലൊക്കെ ഭീകരപ്രവർത്തനം നടത്തുന്നുണ്ട്. അയാൾക്ക് നെറ്റ്വർക്കിങ്ങും ഉണ്ട്. ഇപ്പോൾ BJP സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അനിൽ പരിഹാർ, പിന്നെ സഹോദരൻ അജിത് പരിഹാർ എന്നിവർ 2018 നവംബറിൽ ഇയാളുടെ സംഘമാണ് കൊന്നത്. അങ്ങനെ ഈ BJP മറ്റേ സെക്രട്ടറിയെ, സംസ്ഥാന സെക്രട്ടറിയെ കൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. അത് കഴിഞ്ഞ് കുറക്കാലം പമ്മിയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. കുറച്ച് മാസങ്ങൾ ഡോർമെൻ്റായിട്ട് തിരിച്ചു വന്നു. 2019 RSSൻ്റെ നേതാവ് ചന്ദ്രകാന്ത് ശർമ്മയെയും ചന്ദ്രകാന്ത് ശർമ്മയുടെ അംഗരക്ഷകനെയും വെടിവെച്ച് കൊന്നു. അപ്പോൾ RSSനും BJPക്കും എതിരെയൊക്കെയാണ് തന്നെ ഭീകരപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ പരിഹാർ സഹോദരന്മാരെ കൊന്നത് ഈ ക്രിസ്ത്വർ എന്ന് പറഞ്ഞ ഈ മേഖലയിൽ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് NIAയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. അതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇയാൾക്ക് സൗദിയിൽ നിന്നും മസ്കറ്റിൽ നിന്നുമൊക്കെ ഫണ്ട് കിട്ടുന്നതായിട്ട് വിവരമുണ്ട് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസിന്. ഇയാളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാകിസ്ഥാനി ഹാൻഡ്ലർ എന്ന് പറയുമല്ലോ. പാകിസ്ഥാനിൽ ഇയാളുടെ നേതാവ്, ഇയാൾക്ക് വിവരങ്ങൾ കൊടുക്കുന്നതും പാകിസ്ഥാനിലെ മുതലാളി ഇയാളുടെ ഫറൂഖ് അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞ ആളാണെന്നും നമുക്ക് വിവരമുണ്ട്. അപ്പോൾ ക്രിസ്ത്വർ എന്ന് പറയുന്നത് വളരെ വിദൂരമായ സ്ഥലമാണ്, വനപ്രദേശം. 10 ജമ്മുവിലെ 10 ഈ മേഖലകൾ, 10 ജില്ലകൾ ജമ്മുവിൽ ഭീകരപ്രവർത്തനത്തിൽ നിന്ന് വിമുക്തമായിട്ടില്ല. അതിലൊന്നാണ് ഈ ക്രിസ്ത്വർ. 30 കൊല്ലമായിട്ട് സരൂരി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. ജയ്ഷെ ഈ ലഷ്കർ-എ തയ്ബ, ജയ്ഷെ മുഹമ്മദ് ഭീകരപ്രവർത്തകരും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദോഡയിൽ വന്ന് ഭീകരർ ഈ ജഹാംഗീറിനെ കാണണമെന്ന് പറയും, പാകിസ്ഥാനിൽ നിന്നൊക്കെ ഉള്ളവർ. അപ്പോൾ നാട്ടുകാർ ഈ സരൂരി എവിടെയാന്ന് വെച്ചാൽ അവർക്കറിയാമല്ലോ, അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഡ ഒരു ഇടത്താവളം മാത്രമാണ്. ദോഡയിൽ വന്നാണ് ഇതൊക്കെ ചോദിക്കുന്നത്. 2 ഭീകര ഗ്രൂപ്പുകൾ ഇപ്പോൾ പ്രധാനമായിട്ട് അവിടെ ഉണ്ട്. ഓരോന്നിലും 4-5 അംഗങ്ങൾ മാറി മാറി വരും ഈ ഗ്രൂപ്പുകളിൽ. പാകിസ്ഥാനികൾ ആണ് ബാക്കി ആളുകളൊക്കെ. പരിശീലനം കിട്ടിയ പാകിസ്ഥാൻ ഭീകരരാണവർ, ലഷ്കർ-എ തയ്ബയുടെ ഒക്കെ. ഈ വനത്തിൽ നിന്ന് ആണ് വരുന്നത് ഇവർ ഇവിടെ അക്രമ പ്രവർത്തനം നടത്താൻ. സരൂരി അല്ലാതെ പിന്നെ ഉള്ള 2 നേതാക്കൾ അവിടെ, റിയാസ് അഹമ്മദ്, മുദാസിൽ ഹുസൈൻ ആണ് 2 ഈ പാകിസ്ഥാൻ ബന്ധമുള്ള നേതാക്കളുള്ളത്. 3 പേരും ഹിസ്ബുൾ മുജാഹിദീനിൽ പെട്ടവരാണ്, പഴയ ഭീകരപ്രവർത്തകരാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചായിരിക്കും. 3 പേരും ഹിസ്ബുൾ മുജാഹിദീനാണ്. ഈ വനം അവിടെ 2000 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. വനം വിസ്തൃതമായ വനമാണ്. പൊളിച്ചിരിക്കാനൊക്കെ എളുപ്പമാണ്, വളരെ സൗകര്യമാണ്. മുകളിലെ ഗ്രാമങ്ങളിലാണ് ഇവർ വന്നിരിക്കുക. അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നടക്കണം. ഇവിടെ നിന്ന് സെൽഫോൺ ഇല്ല അവിടെ. ഈ മല കയറണം, നടക്കണം. റോഡ് സൗകര്യം തീരെ ഇല്ല. ഈ ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത്, ഈ ജില്ല ലഡാക്കുമായിട്ട് ബന്ധമുണ്ട്. ലഡാക്കിൽ പോവാം ഈ ജില്ലയിൽ നിന്ന്. പിന്നെ കശ്മീരിലെ അനന്ത്നാഗിലേക്ക് പോവാം ഇവിടെ നിന്ന്, ഈ മല വഴിയൊക്കെ നടന്നാലേ, കാട് വഴിയൊക്കെ നടന്നാൽ. പിന്നെ ഹിമാചൽ പ്രദേശിലെ ചമ്പ അങ്ങോട്ട് പോകാം. ജമ്മുവിലെ ദോഡയിലേക്കും പോകാം. ഈ കാട് വഴിയെല്ലാം ചെറിയ ചെറിയ വഴികളുണ്ടാവില്ലേ, അതുവഴിയെല്ലാം കയറി അങ്ങനെ പോകാം. അപ്പോൾ അവിടെ നിന്നുള്ള വഴിക്കൊക്കെ നടന്നു വരാം.
അപ്പോൾ ഇയാൾ ഈ ഗ്രാമവാസികളുമായിട്ടൊക്കെ നല്ല ബന്ധമായിരിക്കും, അതുകൊണ്ടായിരിക്കില്ല ഒരു പ്രശ്നം ഉണ്ടായാലും ഇയാളെ അങ്ങനെ കാട്ടിക്കൊടുക്കാനോ ഈ നോട്ടീസ് അടിച്ചിറക്കിയാലോ ഒന്നും പിടിക്കാനോ ഒക്കെ പറ്റാത്തത്. ഇത് ഈ ഭീകര മുക്തമല്ലാത്ത സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കിഷ്ത്വർ, അതെ, 10 ജില്ലകളിലൊന്ന്. അപ്പോൾ കശ്മീരിൽ നമ്മൾ പോയിട്ടുണ്ടൊക്കെ പണ്ട് നമുക്കറിയാം. അതായത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവർക്ക് ആ ഗ്രാമത്തിൽ ഏത് വീട്ടിൽ പോയാലും ഭക്ഷണം കിട്ടും, താമസിക്കുകയും ചെയ്യാം. അങ്ങനെയാണ്. ഇവരുടെ ഒരാളായിട്ട് ഇവരെയൊക്കെ പേടിപ്പിച്ച് ഇവർക്ക് പൈസ കൊടുത്ത് ഇവർക്ക് സാധനങ്ങളുമൊക്കെ വാങ്ങിക്കൊടുത്ത് ഇവരുടെയൊക്കെ കീഴിലാണ് ഗ്രാമവാസികളും ഒക്കെ. അതായത് ഈ ഗ്രാമവാസികൾക്ക് അറിയാം ഇയാൾ ഒന്നുകിൽ ഒളിച്ചിരിക്കാൻ വന്നിരിക്കുന്നതായിരിക്കും, അല്ലെ ഇയാളെ തിരക്കി വരുമ്പം ഒരു ഒരു താവളം. ഗ്രാമവാസികൾ അവരിൽ ഒരാളായിട്ടാണ് ഈ ഭീകരരെ കാണുന്നത്. അങ്ങനെയാണല്ലോ കശ്മീർ ഭീകരത നമുക്ക് പിടിക്കാൻ പറ്റാവുന്നല്ലേ, പ്രത്യേകിച്ച് കശ്മീർ താഴ്വര. അപ്പോൾ ഈ 10 ജില്ലകളിൽ ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ ഇനിയും ഈ ഭീകരരുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ ഗ്രാമവാസികൾ ഒന്നുകിൽ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു, അതല്ലേ എനിക്ക്. അതെ, അവരുടെ ആളായിട്ട് തന്നെയാണ് അവർ കരുതുന്നത്. അവരും ഭീകരരുടെ കൂടെയാണ്, ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ സേനകൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ഇവരെ ഇന്നടുത്തുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം, അവർക്ക് സമാധാനം വേണം എന്നൊക്കെ നാട്ടുകാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സേനകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിടിച്ചു കൊടുക്കാമല്ലോ. 30 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഈ 2018 മുതൽ പറയുന്നുണ്ടല്ലോ ഈ 30 ലക്ഷം രൂപയുടെ കഥ. ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ 30 കൊല്ലമായിട്ട് ഇയാൾ അവിടെ ഉണ്ട് താനും. കുറെ കാലം ഇയാൾ ഇല്ലാതെ ഈ വരുന്നതും ഒക്കെ ഗ്രാമവാസികളും ഒക്കെ ഒളിപ്പിക്കുന്നത് കൊണ്ടാണ്. പിന്നെ മലകളിലേക്കൊക്കെ നടന്നു മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ നടന്നു പോകുമ്പോൾ മുകളിൽ നിന്ന് വെടികൊള്ളുമല്ലോ, അങ്ങനെ നടക്കാനും പറ്റില്ല. വേറെ വല്ല ഓപ്പറേഷനും ആണെങ്കിൽ ഫോളിയേജ് എന്ന് പറയില്ലേ, വനത്തിൻ്റെ മുഴുവൻ ഇലകളും മൂടിയിരിക്കുകയാണ്. അതെ, അതിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്ന വിമാന ആക്രമണങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാലും ഒന്നും കാണുന്നില്ലല്ലോ അവിടെ. സിവിലിയൻസിനെ കൊല്ലാൻ പറ്റില്ലല്ലോ മലയുടെ മുകളിലുള്ള ഈ 4-5 പേരെ മാത്രം തെരഞ്ഞു പിടിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താമസ സ്ഥലം. അത് ഈ ഗാസയിലൊക്കെ നടത്തിയ ഓപ്പറേഷൻ പോലെയൊക്കെ അകത്തേക്കൊക്കെ കീറിയിട്ടുമൊക്കെ വലിയ സേനയൊക്കെ പോയിട്ടൊക്കെ ചെയ്യേണ്ടി വരുന്ന പരിപാടികളാണ്. അതിന് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടില്ല. അത് അങ്ങനൊരു വലിയ ഭീഷണി ഇപ്പോൾ നമ്മൾ ജമ്മുവിൽ ഉയർന്നു വരുന്നുണ്ട്, നേരിടുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.